നിബിഡമായ വനത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിദ്യാലയം തേടിയാണ് എക്സൈറ്റ് ആൻഡ് എക്സ്പ്ലോർ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഇന്നത്തെ ഈ മനോഹരമായ യാത്ര തുടങ്ങുന്നത് എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂതത്താൻ കെട്ട് അണക്കെട്ടിന് സമീപത്ത് നിന്നുമാണ്. എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിലെ പിണ്ടിമന എന്ന ഗ്രാമപഞ്ചായത്തിൽ പെരിയാർ നദിക്ക് കുറുകെയുള്ള ഒരു അണക്കെട്ടാണ് ഭൂതത്താൻ കെട്ട് അണക്കെട്ട്. ഇത് പെരിയാർ അണക്കെട്ടെന്നും അറിയപ്പെടുന്നു. ഈ അണക്കെട്ടിൻ്റെ പേരിന് പിന്നിൽ ചില ഐതിഹ്യങ്ങളും ഉണ്ട്. ഇവിടെ സമീപമുള്ള തൃക്കാര്യൂർ മഹാദേവ ക്ഷേത്രം വെള്ളം കയറ്റി നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഭൂതങ്ങൾ പെരിയാറിന് കുറുകെ വമ്പൻ കല്ലുകൾ നിരത്തി അണക്കെട്ട് പണിയാൻ ആരംഭിച്ചു. എന്നാൽ ഇത് മനസ്സിലാക്കിയ മഹാദേവൻ ഒരു കോഴിയുടെ രൂപം സ്വീകരിച്ച് കൂവുകയും പ്രഭാതമായി എന്ന് കരുതി ഭൂതങ്ങൾ ഓടിമറയുകയും ചെയ്തു എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. ഇപ്പോഴത്തെ ഈ കാണുന്ന അണക്കെട്ടിൽ നിന്നും വനത്തിലൂടെ നടന്നാൽ ഭൂതത്താന്മാർ കെട്ടിയെന്ന് കരുതപ്പെടുന്ന പ്രദേശത്തേക്ക് എത്താവുന്നതാണ്. നദിയിൽ ധാരാളം വെള്ളമുണ്ടായിരുന്നു. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമായാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇടമലയാറിലേക്കുള്ള റോഡ് തുടങ്ങുന്ന ഭാഗത്ത് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ കാഴ്ചകളെല്ലാം അല്പസമയം നടന്ന് കണ്ടതിനു ശേഷം ഞങ്ങൾ ഇടമലയാർ UP സ്കൂളിലേക്ക് യാത്ര തിരിച്ചു. നിബിഡമായ വനത്തിന് നടുവിലൂടെയുള്ള ഇടുങ്ങിയ റോഡിലൂടെയായിരുന്നു ഞങ്ങളുടെ യാത്ര. കാട്ടാനകൾ ധാരാളമുള്ള ഒരു സ്ഥലമാണിത്. പോകുന്ന വഴിയിൽ കുറച്ച് കാട്ടാനകളെ കണ്ടെങ്കിലും അവിടെ വണ്ടി നിർത്തുവാനോ ദൃശ്യങ്ങൾ പകർത്തുവാനോ സാധ്യമല്ലായിരുന്നു. യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ സ്കൂളിന് സമീപമുള്ള ചെക്ക് പോസ്റ്റിൽ എത്തിച്ചേർന്നു. നേരത്തെ പെർമിഷൻ ഉണ്ടായിരുന്നതിനാൽ ഞങ്ങളെ അകത്തേക്ക് കയറ്റിവിട്ടു. ഇതാണ് ഗവൺമെൻറ് UP സ്കൂൾ ഇടമലയാർ. കാലപ്പഴക്കം ചെന്ന 2 ചെറിയ കെട്ടിടങ്ങളായിരുന്നു ഈ വിദ്യാലയത്തിൽ ആകെ ഉണ്ടായിരുന്നത്. ക്ലാസ് മുറികളും അല്പം പരിതാപകരമായ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇടമലയാർ ഭാഗത്ത് താമസിക്കുന്ന ആദിവാസി കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുവാനായി 1972 സ്ഥാപിതമായ ഒരു സ്കൂളാണ് ഇത്. ചുറ്റിനും വനനിബിഡമായ ഈ സ്കൂളിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കാട്ടാന ഈ സ്കൂളിലെ ക്ലാസ് മുറികളും മറ്റും തകർത്തിരുന്നു. തുടർച്ചയായ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്നതിനാൽ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമായ ഒരു പഠനാന്തരീക്ഷം മുൻപ് ഇവിടെ ഇല്ലായിരുന്നു. അതോടുകൂടിയാണ് സ്കൂളിന് ചുറ്റുമതിലും ഇലക്ട്രിക് വേലിയും സ്ഥാപിച്ചത്. ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ ഈ കാണുന്ന മതിലിന് പിന്നിലും കൊടും കാടാണ്. കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണം നിർമ്മിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ല എന്നത് എനിക്ക് ഖേദകരമായി തോന്നി. ഈ സ്കൂളിന് സമീപത്തായി KSEBയുടെ ഇടമലയാർ സബ്സ്റ്റേഷൻ്റെ ഭാഗമായുള്ള ചില കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ സ്കൂളിന് കുറച്ചടുത്തായി തന്നെ ഒരു അരുവിയും ഒഴുകുന്നുണ്ടായിരുന്നു. ഡാമിലേക്കുള്ള വഴിയും അവിടെ തന്നെയായിരുന്നു. ഇതാണ് സ്കൂളിൻ്റെ പിന്നാമ്പുറത്തു നിന്നുള്ള കാഴ്ചകൾ. ഒരു ചെറിയ ഫുട്ബോൾ മൈതാനം അവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. നല്ല പച്ചപ്പുല്ലിനാൽ പടർന്നു പന്തലിച്ച ഒരു ചെറിയ പ്ലേ ഗ്രൗണ്ട്. മുൻപ് പറഞ്ഞ സ്കൂളിലെ
2 പ്രധാന കെട്ടിടങ്ങളാണ് ഇവ രണ്ടും. മുകളിൽ ഷീറ്റ് മേഞ്ഞതിനാൽ ക്ലാസ് റൂമിനുള്ളിൽ കടുത്ത ചൂടായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. ഈ വിദ്യാലയത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഈ സ്കൂളിന് സമീപത്തു നിന്നും കേവലം 100 മീറ്ററിനുള്ളിൽ തന്നെയാണ് നേരത്തെ പ്രതിപാദിച്ച കാട്ടരുവി ഉണ്ടായിരുന്നത്. നമുക്ക് പതിയെ അവിടേക്ക് നടക്കാം. KSEBയുമായി ബന്ധപ്പെട്ട ചില കെട്ടിടങ്ങളാണ് അവിടെ കാണുന്നത്. ഈ റോഡിൽ ഒരല്പം മുന്നോട്ട് പോയാൽ നമുക്ക് കാട്ടരുവിയുടെ അടുത്തെത്താം. തെളിനീര് പോലത്തെ വെള്ളമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇറങ്ങി നടക്കാനും കുളിക്കാനും ഒക്കെ പാകത്തിലായിരുന്നു ഇതുണ്ടായിരുന്നത്. അധികമായ ആഴമോ സുരക്ഷിതമല്ലാത്ത എന്തെങ്കിലും ഒരു രീതിയിലോ എനിക്കിത് അനുഭവപ്പെട്ടില്ല. ഏതൊരു ആളെയും ആകർഷിക്കുന്ന വശ്യതയും സൗന്ദര്യവും ഈ അരുവിക്കുണ്ടായിരുന്നു. കുഞ്ഞുനാളിൽ കഥപുസ്തകങ്ങളിലൊക്കെ വായിച്ച പോലത്തെ തെളിനീരുറവ പോലെയുള്ള ഒരരുവിയും മനോഹരമായ കാടിൻ്റെ ആംബിയൻസും ചെറുമഴയും എല്ലാം മനോഹരമായ ദൃശ്യവിരുന്നാണ് എനിക്ക് സമ്മാനിച്ചത്. ഞാൻ പ്രേക്ഷകർക്കായി ഈ അരുവിയുടെ കൂടുതൽ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ചെറു മത്സ്യങ്ങളുടെ സാന്നിധ്യം ധാരാളമായി ഈ അരുവിയിലുണ്ടായിരുന്നു. നോക്കൂ, എത്ര കണ്ണാടി പോലത്തെ ശുദ്ധമായ വെള്ളമാണ് ഇതിലൂടെ ഒഴുകുന്നതെന്ന്. വല്ലാത്തൊരു തണുപ്പും ഈ വെള്ളത്തിനുണ്ടായിരുന്നു. ഇവിടെ അട്ടകളെ മാത്രമാണ് നാം അല്പം ശ്രദ്ധിക്കേണ്ടത്. ഞങ്ങൾക്കായി മുൻകൂട്ടി പറഞ്ഞിരുന്ന ഉച്ചയൂണ് അതീവ രുചികരമായിരുന്നു. നാടൻ വിഭവങ്ങളായിരുന്നു ഇതിലുണ്ടായിരുന്നത്. ഇടമലയാർ ഗവൺമെൻറ് UP സ്കൂൾ തേടിയുള്ള എൻ്റെ ഈ യാത്ര തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ഇതുപോലെയുള്ള വീഡിയോകൾ കാണുവാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.